ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിതെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് കലാകാരനാണെന്നൊക്കെ പറയാം. അപ്പം നന്ദു ഉണ്ട് കൂടെ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ നന്ദു എന്നാണ് വിളിക്കുന്നത് തുടങ്ങിയ കാര്യമൊക്കെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ശരി ശരി, ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി, കുട്ടി വരൂ എന്ന് പറഞ്ഞു നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുക ഡോക്ടർ. അപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന ആളിനെ എന്തിനാ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് അനി ചോദിച്ചപ്പം എനിക്കറിയില്ലെന്നും പറഞ്ഞു ആ നേഴ്സുമാർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് അനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. എന്തിനായിരിക്കും നന്ദുവിനെ അദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോയതെന്നറിയാനായി അകത്ത് കയറി ചെന്നിട്ട് നന്ദുവിനോട് ചോദിക്കുവാണ് എത്ര നാളായി ആൾക്ക് അസുഖം തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ ഏകദേശം കുറച്ച് നാളായി ഡോക്ടർ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഏത് നേരവും ഒരു പെൺകുട്ടി ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ തന്നെ അന്വേഷിച്ച് നടക്കുവാണെന്ന് പറഞ്ഞു നന്ദു. ഈ പറയുന്ന പെൺകുട്ടി സാങ്കല്പികമാണല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കയറിയായിരുന്നു, അപ്പോഴും ഇതുപോലൊക്കെ തന്നെ ഉണ്ടായി, എവിടെ ചെന്നാലും ഇതുപോലൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് ഷോക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നന്ദുവിനോട് ഡോക്ടർ പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദു ഒന്ന് പേടിച്ചു പോയി. അയ്യോ ഡോക്ടർ, അത് പിന്നെ അതൊക്കെ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഷോക്ക് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്നും പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടാൽ അത് ഐശ്വര്യ റായി ആണെന്ന് സുസ്മിതാസനാണെന്നൊക്കെ ആ ചെറുപ്പക്കാരന് തോന്നിയെന്ന് വരും, അത് പിന്നെയും പ്രശ്നങ്ങളാവില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കാം. പാവം അനി എന്നിട്ട് പുറത്തിറങ്ങിയിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ, കൈയൊക്കെ അങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു, ഫേസിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവും കൂടി ഇറങ്ങി വരുവാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. ഇറങ്ങി വന്നതും നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് ഡോക്ടർ അനിയോട് ചോദിച്ചു, അനാമികയല്ലേ തനിക്ക് കാണേണ്ടത്? അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നന്ദുവിനെ കാണിച്ചു തന്നോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ് അനി നന്ദുവിനോട്. കാണിച്ചു തന്നു, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അടിപൊളിയാണ്, നന്ദുവിനെ കണ്ടു, അതുപോലെ തന്നെ ഇനി അനിയെ കാണണമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പാവം നന്ദു മനസ്സോടെയാണെങ്കിൽ ഇതിനൊക്കെ സമ്മതിക്കാം കേട്ടോ. എന്നിട്ട് അനിയെ ഇങ്ങനെ ആ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ നേഴ്സുമാരൊക്കെ വന്ന് പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക. അപ്പോഴേക്കും ജീവനും കൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് നന്ദു ഒരു ചിരിയും ചിരിച്ചൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ കുറച്ചങ്ങ് മാറി ചെന്ന് നിന്നിട്ട് അനി നന്ദുവിനെ വിളിച്ചു. അപ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ അനിയുടെ പിന്നാലെ നന്ദു ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. എന്താടോ ഈ കാണിച്ചത് എന്നൊക്കെ അനി ചോദിച്ചപ്പം അനിക്ക് ലൂസാണെന്നേ ഡോക്ടർക്ക് മനസ്സിലായി, അയാളെ സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെ, സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ അയാളുടെ അപ്പനും കൊണ്ടുപോയി അയാൾ ആ ഒരു ഷോക്ക് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്നങ്ങ് പോയി. നന്ദു ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സാഹചര്യം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശും അതുപോലെ തന്നെ നയനയും കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചു ആദർശ് നയനയോട്. അപ്പോൾ അവർ തിരിഞ്ഞ് കടിക്കാത്ത എന്തും കഴിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഫ്രൂട്ട്സ് ഒന്നും തിരിഞ്ഞ് കടിക്കാറില്ല എന്ന് ആദർശ് അന്നേരം നയനയെ കളിയാക്കി പറഞ്ഞു. തിരിഞ്ഞു കടിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പം പറയണ്ട, അത് ആരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ, ഇനിയിപ്പോൾ കൂടുതൽ പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ആദർശ്. അങ്ങനത്തെ കുറച്ച് ഏത്തപ്പഴവും അതുപോലെ ബാക്കി പഴങ്ങളൊക്കെ മേടിക്കാം. ആ സമയത്ത് ഇതൊക്കെ എന്തിനാണ് ഇപ്പം മേടിക്കുന്നതെന്ന് നയന ചോദിച്ചപ്പോൾ ഇതൊക്കെ നിൻ്റെ വീട്ടിലേക്ക് അല്ലാതെ ആർക്കാണെന്ന് ചോദിച്ചു. ഇനി ഇത് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് ചോദിച്ചപ്പം ക്ലയൻസിന് മുന്നിൽ എന്നെ രക്ഷിച്ചതിനും അതിനുള്ള പാരിതോഷികമൊക്കെ ആയിട്ടാണ് ഞാൻ നിനക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ജോലി നിനക്ക് വേണ്ടായിരുന്നു, അതിനെൻ്റെ അമ്മയും സമ്മതിച്ചതായിരുന്നു. അവിടെ നീ വേണ്ടാന്ന് പറഞ്ഞത് നിൻ്റെ അഹങ്കാരം തന്നെയല്ലേ, അതുപോലെ ഇതും അഹങ്കാരമാണെന്ന് ഇതും നിൻ്റെ അഹങ്കാരം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് ആദർശ് ഇങ്ങനെ പറയപ്പോൾ പഴങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞതിനാണ് ഇത്രയും കാര്യങ്ങൾ ആദർശ് എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ഞാനേ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നില്ലെന്നായിരിക്കും ആദർശേട്ടൻ്റെ അമ്മയുടെ പ്രധാന പരാതി. എന്തിനാ അത് കേൾക്കാൻ നിൽക്കുന്നത്? അധികം നാൾ എനിക്ക് ആ ജോലിയിൽ തുടരാനും പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആദർശേട്ടാ, ഇടയ്ക്ക് എന്നോട് ആദർശേട്ടന് ഭയങ്കര സ്നേഹമായിരുന്നു, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാ. അതൊരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാം. അമ്മയൊന്ന് തറപ്പിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനെ പോലും പിണക്കുന്ന സ്വഭാവമാണ് ആദർശേട്ടൻ്റെ, ശരിയല്ലേ എന്ന് ചോദിച്ചു നയന. അത് തിരിച്ചറിഞ്ഞ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല എന്നും നമ്മുടെ നയന പറഞ്ഞു. അതെൻ്റെ അഹങ്കാരമായിട്ടാണ് ആദർശേട്ടൻ കരുതുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുമോ നയനയെ. പിന്നെ നല്ല നല്ല ഡിസൈനുകൾ കിട്ടാതെ പ്രതിസന്ധിയിലാകുമ്പോൾ എനിക്ക് ആദർശേട്ടനെ സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പകൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധയോടെ എനിക്ക് എൻ്റെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള കാര്യങ്ങളും ആദർശനോട് നയന
പിന്നെ ആ സമയത്ത് ഉറക്കം കുറച്ച് നഷ്ടപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉറക്കം കുറവാണല്ലോ എന്ന് നയന പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കല്യാണശേഷം നിന്റെ ഉറക്കം ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ എന്ന് ആദർശ് ചോദിക്കാം. അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല ആദർശേട്ടാ. ഇതേ കല്യാണി കാണുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, കല്ലുവിനെ പോലെ ഒരു കുഞ്ഞ് നിങ്ങൾക്കും വേണ്ടേന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശിൻ്റെ ഭാവമൊക്കെ ഒരു കള്ളച്ചിരിയൊക്കെ മുഖത്ത് വന്നു. എന്നെങ്കിലും ആ ഒരു ആഗ്രഹമൊക്കെ സാധിക്കുമായിരിക്കും അല്ലേ എന്ന് നയന ചോദിച്ചപ്പോഴും ആദർശ് ഒന്നും മിണ്ടിയില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നടക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ നയന. അപ്പോഴേക്കും ആദർശ് ഒരു കള്ള നോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടൻ ഫ്രൂട്ട്സുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങ് പോരുകയും ചെയ്തു. ആദർശ് അതിനൊന്നും പറഞ്ഞില്ല. എന്തായാലും ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ആദർശ്. വേണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു നയന. വേണ്ടെന്നേ, ഇതൊക്കെ ചുമക്കാൻ ഞാൻ ചുമന്നോളാം എന്നിങ്ങനെ നയന പറഞ്ഞപ്പം, എന്താ ഇതൊക്കെ ചുമക്കാൻ കൊട്ടയുടെ അത്രയും വലുപ്പമുണ്ടോ നിൻ്റെ തലയ്ക്ക് എന്ന് ആദർശ് ചോദിക്കാം. നിൻ്റെ തല നിറച്ച് ബുദ്ധിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ് കളിയാക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യയുടെ കാര്യങ്ങൾ ഇവരെടുത്തിട്ടു, പ്രത്യേകിച്ച് ആദർശ്. അപ്പോൾ ഈ നവ്യ ഗർഭിണി തന്നെയാണോ? അവൾക്ക് ഗർഭിണിയായതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല, അതിൻ്റേതായ ഒരു മാറ്റങ്ങളും അവളുടെ ശരീരത്തിൽ പോലും ഇല്ല എന്നാണ് അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നത്. അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് ആദർശ് പറയണം. അപ്പം അത് കേട്ടപ്പം അമ്മയും മുത്തശ്ശിയും പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഇതിനു മുന്നേ അനുഭവിച്ചറിഞ്ഞ ആളാണ് ആദർശേട്ടനെന്ന് തോന്നുന്നുണ്ടല്ലോ സംസാരമൊക്കെ കേട്ടിട്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുക ആദർശ്. സ്വന്തം ഭാര്യ അമ്മയാകാൻ പോകുമ്പോഴേ ഏതൊരു ഭർത്താവിനും അതിനെപ്പറ്റിയൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ നയനി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശ് ഇങ്ങനെ തല തിരിഞ്ഞങ്ങ് പോയി. പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം അത് ഞാൻ പറയാം. എൻ്റെ അമ്മയുടെ സ്വഭാവം പകർത്തിയ ഒരാളാണ് എൻ്റെ ചേച്ചി. ഇപ്പോൾ എൻ്റെ അമ്മ മാറി, അച്ഛനും നന്ദുമൊക്കെ പണ്ടേ പാവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അല്പസ്വല്പം കള്ളം പറയുന്നതും തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നതും എൻ്റെ ചേച്ചി മാത്രമാണെന്നും പറഞ്ഞു. അതാ എന്നെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതെന്നും. എന്നാലും അവൾ നിന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കാറില്ലെന്ന് പറഞ്ഞപ്പം, അത് ചേച്ചിയുടെ നല്ല സ്വഭാവമാണോ? സ്വന്തം വീട്ടിൽ പോകുന്നതും മാതാപിതാക്കളെ കാണുന്നതും ഒക്കെ ഏതൊരു മക്കൾക്കും സന്തോഷമുള്ള കാര്യമല്ല ആദർശേട്ടാ. എപ്പോഴെങ്കിലും അതൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ സംസാരമൊക്കെ നിർത്തുക, ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് അടുത്ത വഴക്കിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും സംസാരവും മതിയാക്കി അവിടെ നിന്ന് പോകണം. ഈ സമയത്താണെങ്കിൽ നവ്യ റൂമിലിരുന്ന് ആകെ ടെൻഷൻ അടിക്കുക. എന്നിട്ട് പ്രഗ്നൻസിയുടെ ഇതൊക്കെ എടുത്ത് നോക്കുന്നു. ഇത്തവണയും പ്രഗ്നൻ്റ് ആയില്ല. ആകെ ടെൻഷനായി, ആകെ വല്ലാതെ ഇങ്ങനെ നവ്യ പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂട്ടുകാരിയെ ഫോൺ എടുത്ത് വിളിക്കുന്നത്. എന്നിട്ട് എടി ഇപ്പോഴും റിസൾട്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പം, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നും സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നും നവ്യയോട് കൂട്ടുകാരി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എൻ്റെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാവുന്നതെല്ലാം ചോദിച്ചപ്പം, എടി കള്ളം പറഞ്ഞപ്പോൾ നീ ആലോചിക്കണമായിരുന്നു. ഇതിപ്പോൾ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് ഇല്ലാത്ത ഗർഭമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നവ്യയോട് ചോദിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഏത് ഡോക്ടറെ കാണണം? നിന്നെ രക്ഷിച്ചൊരു ഡോക്ടർ ഉണ്ടല്ലോ അനന്തപുരിയിലെ, ആ ഡോക്ടർ അവരെ തന്നെ കാണും, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കൂട്ടുകാരി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ അതുവഴി വന്നു. ഓഹോ, വയറ്റിനകത്തൊരു കുഞ്ഞുള്ളത് കൊണ്ടായിരിക്കും ഏത് സമയം ഇവിടെ അടയിരിക്കാൻ പറ്റുന്നതല്ലേ, അല്ലെങ്കിൽ നിനക്കും നിന്റെ അനിയത്തിയെ പോലെ അടുക്കളയിൽ കയറേണ്ടി വരലായിരുന്നു എന്ന് ചോദിച്ചാൽ ജലജ അങ്ങ് വന്നത്. അപ്പം നയന ഇപ്പോൾ അടുക്കളയിലല്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു നവ്യ. ആ സമയം അതുപോലെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ആദർശേട്ടൻ്റെ കൂടെ പുറത്ത് പോകുന്നുണ്ടല്ലോ, പിന്നെന്താ, പിന്നെ കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ അഭി എന്നെയും കൂട്ടി എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടേച്ചാലും മതിയല്ലേ, പോയേച്ചാലും മതിയെന്ന് ജലജ. എടി നിന്നെ കല്യാണം കഴിച്ച ശേഷം എൻ്റെ മോൻ്റെ ഭാവിയല്ലേടി ഇല്ലാണ്ടായതെന്നും. അപ്പോൾ ഈ പ്രഗ്നൻസി അത് പോസിറ്റീവ് ആണോ എന്ന് നോക്കിയതിൻ്റെ സാധനം തൊട്ടരികിൽ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അതെടുത്ത് മാറ്റാൻ നവ്യ എന്ന് പറയണം മണ്ടി മറന്നുപോയി. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, അതെ ആദർശ മൂർത്തി ജ്വല്ലറിയുടെ MD ആണെങ്കിൽ എൻ്റെ മോൻ അവിടുത്തെ കൂലിക്കാരനാണെന്ന് ഈ ജലജ അന്നേരം പറഞ്ഞു. ആദർശിൻ്റെ ശമ്പളക്കാരൻ മാത്രമാണെന്ന്. അങ്ങനെ അവൻ അധംപതിക്കാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത്? അമ്മയുടെ മോനാ എന്നെ ഓരോന്ന് പറഞ്ഞു മയക്കി എടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞപ്പോൾ, അങ്ങനെ മയക്കി എടുത്തെങ്കിലേ അതുപോലെയുള്ള കള്ളങ്ങളാണ് നീ അവനോട് പറഞ്ഞു പിടിപ്പിച്ചത്. നിനക്കും നിൻ്റെ അമ്മയ്ക്കും എങ്ങനെയെങ്കിലും അനന്തപുരിയിലോട്ട് കയറണമെന്നുള്ളൊരാഗ്രഹം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുമാത്രം അമ്മ പറയരുത്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ കയറണമെന്നുണ്ടായിരുന്നെങ്കിലേ എനിക്ക് അഭിയെ സ്നേഹിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ആദർശേട്ടൻ എന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധത്തിന് ഞാൻ എസ്സു പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോഴും ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റുമായിരുന്നില്ലേന്നും ചോദിച്ചു. പിന്നെ എന്താടി എസ്സു മൂളാതിരുന്നത് നീ? നിനക്ക് മൂളിക്കൂടായിരുന്നോ? അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് നിൻ്റെ അച്ഛന് ലോട്ടറി അടിച്ചത്. ഇപ്പം 2 മക്കൾ ഇതിനകത്ത് കയറി കൂടിയില്ലേ?
എന്നിട്ട് എൻ്റെ മോനെ നീ അങ്ങ് കിടന്ന് കുറ്റപ്പെടുത്തുന്നല്ലേ, അവളെ വീട്ടിൽ കൊണ്ടുപോകണില്ലെന്നും പറഞ്ഞുകൊണ്ട്. നാണമില്ലല്ലോ എന്നും പറഞ്ഞ് ജലജ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സാധനം നമ്മുടെ നവ്യ കാണുന്നത്. നവ്യ പെട്ടെന്ന് ഞെട്ടി, കാര്യങ്ങൾ കൈവിട്ട് പോയി, എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നവ്യ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇതങ്ങനെ ദുഷ്ടത്തിൻ്റെ കണ്ണിപ്പെട്ട തീർന്നല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യ ഒന്നും അല്ലാത്തതുപോലെ വേഗം തന്നെ കട്ടിലിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുക, ഇവക്ക് എന്താ ഒരു കള്ളത്തരം എന്ന്. അപ്പം എന്താടി നിനക്കൊരു പരിങ്കലെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ വേഗം തന്നെ സാരി എടുത്ത് അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ അത് ശരിക്കും നിൻ്റെ പറ്റി കുഞ്ഞുണ്ടോ? അല്ല, അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം അത് തന്നെ കുഞ്ഞിന് ചിലപ്പോൾ ഭാരക്കുറവായിരിക്കുമെന്ന് നവ്യ. ഹൗശോ, നീയൊക്കെ പ്രസവിക്കുന്നതേ ഒരിക്കലും ഭാരമില്ലാത്ത കുഞ്ഞായിരിക്കില്ല, അത് ജനിക്കുമ്പോഴേ 4-5 കിലോ തന്നെ ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടതേ നവ്യയോട് ജലജ. എടി, നിൻ്റെ മുഖം കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അഭി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നൊക്കെ അമ്മ പറഞ്ഞു പിടിപ്പിക്കുന്നു. ഇനിയിപ്പോൾ അവൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ നീ പോയിക്കോ, പോയിട്ടിങ്ങ് തിരിച്ചു വരാതിരുന്നാൽ മതിയെന്നും പറഞ്ഞു ജലജ. നിനക്ക് വേണ്ടുന്ന കാശ് മാസം അയച്ചു തരാം, എന്താ അത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ മാസം ചിലവിന് കാശ് അയച്ചു തരാമെന്ന്. പിന്നെ അതിന് ഞാനിവിടെ നിന്ന് പോയിട്ട് വേണ്ടെന്ന് നവ്യ മനസ്സുകൊണ്ട് ചിന്തിക്കുക. എന്നോടാ ഇവരുടെ കളി എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് ചെറിയച്ഛൻ ഇങ്ങനെ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴേക്കും മോൻ അങ്ങ് കയറി ചെന്നപ്പോൾ എടാ മോനെ, ഡോക്ടർ സക്രിയ മാത്യു, അദ്ദേഹം നല്ലൊരു ഡോക്ടർ, നമുക്ക് അദ്ദേഹത്തെ കണ്ടാലോ എന്ന് അച്ഛൻ മകനോട് ചോദിച്ചപ്പം എന്തിനാ അച്ഛാന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഈ നിലവാരമില്ലാത്ത ക്ലിനിക്കുകളിൽ പോയി കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് സക്രിയ കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ കാര്യം അറിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇത്രയും കാലമായിട്ട് എൻ്റെ മോന് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. മോൻ്റെ അമ്മയും അറിഞ്ഞില്ല എന്ന് അച്ഛനെ ആരെങ്കിലും വിളിച്ചായിരുന്നു എന്ന് അനി ചോദിച്ചപ്പം കവിത തലയ്ക്ക് കയറിയിട്ട് എൻ്റെ മോൻ്റെ സമനില തെറ്റിയെന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അല്ല, എൻ്റെ കവിത നല്ലതാണെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മകൻ പറയുമ്പോഴേക്കും ജലജയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിയും കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ അച്ഛൻ മകനോട് പറയാം, കവിതയൊക്കെ കൊള്ളാം, പക്ഷേ കവിതയെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഭ്രാന്തന്മാരായി മാറുമെന്നും കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവൻ്റെ കവിത കണ്ടെത്തിയതും അത് മാഗസീൻ അയച്ചു കൊടുത്തതും അവളല്ലേ, അവളാ ഇതിനൊക്കെ കാരണം. അതോടെ ഇവൻ്റെ മൈൻഡൊക്കെ മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നയന ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. മകൻ്റെ കാര്യത്തിൽ ഇവിടെ ഏട്ടത്തി ഉൾപ്പെടെ എല്ലാവരും ഇവൻ കവിത എഴുതിക്കൊണ്ട് വരുമ്പോൾ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ശരിയല്ലേ ഏട്ടത്തി? അതൊന്ന് വായിക്കാൻ പോലും ആരും മെനക്കെട്ട് നോക്കിയിട്ടില്ല, ഉണ്ടോയെന്ന് ചോദിച്ചു. ആ സമയത്ത് ഇവനിലൊരു പ്രതിഭയുണ്ടെന്ന് നയന കണ്ടെത്തിയത് വലിയ കാര്യം തന്നെയാണെന്നും അദ്ദേഹം പറയാം. അപ്പോൾ അജയ, ഇവനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ദേവയാനി. അപ്പം എനിക്കൊരു കുഴപ്പമില്ല വല്യമ്മേ, നിന്നെ കുരുക്കാൻ ഏതോ ഒരു പെൺകുട്ടി ശ്രമിക്കുന്നുണ്ടെന്നും ആ വലയിലൊന്നും ചെന്ന് വീഴണ്ട എന്ന് അച്ഛൻ പറഞ്ഞപ്പം എടാ പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചു ദേവ. അപ്പം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക, ഇവിടെ നിൻ്റെ ഏട്ടന്മാർക്ക് അബദ്ധം പറ്റി, ഇനി നീയും കൂടി അത് ആവർത്തിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഈ വീട്ടിനകത്ത് കയറ്റാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയും ഈ വീടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, എൻ്റെ പൊന്നു വലിയ അങ്ങനെയൊന്നും ഇല്ലെന്ന് അന്നേരം അനി പറഞ്ഞു. ആരോ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ തുറച്ച് നോക്കുക. എന്നാലത് ചൂടാറുന്നതിന് മുൻപ് നന്ദു ഏട്ടത്തിയോട് പറഞ്ഞു കളഞ്ഞല്ലോ, ഏട്ടത്തി അല്ലാതെ ആരും അച്ഛനെ വിളിക്കില്ല, ഇതൊന്നും പറയില്ല എന്നൊക്കെ അനി ചിന്തിക്കുമ്പം നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ദേവ. ആദർശിനെ പറ്റിച്ചേർന്ന് നടന്നവനാ, ഇപ്പോൾ അവനൊപ്പം നടക്കാൻ നിനക്കൊട്ടും സമയമില്ലല്ലോ, എന്താ പകല് മുഴുവനും നീ എവിടെയോ അലഞ്ഞു തിരികുകയാണല്ലോ എന്ന് ദേവ പറഞ്ഞപ്പം അത് പിന്നെ രാവിലെയും വൈകിട്ട് ഞാൻ ബോഡി ശരിയാക്കുന്നുണ്ട് അതിൻ്റെ ആണെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ബോഡിയാണല്ലോ നിൻ്റെ, പിന്നെ നീ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. അതെ, നല്ല ബോഡിയാണ്, ആ നല്ല ബോഡി നന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങനെ സംശയിക്കില്ലേ എന്ന് പറഞ്ഞ് അനി അങ്ങ് കയറിപ്പോയി. അനി കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ജലജ പറയുക. അത് കേട്ടപ്പോഴേക്കും ഞാനൊന്ന് ഞെട്ടി. ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിയുമായിട്ട് ഇവൻ ചുറ്റിത്തിരിയുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. ദേ അജയ, ഇവിടുത്തെ 2 കുട്ടികൾക്ക് അബദ്ധം പറ്റി, ഇനി അവൻ്റെ ഭാവി കൂടി തൊലച്ച് കളയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പം അബിക്ക് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ ആദർശിന് അബദ്ധം പറ്റിയെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ആദർശിന് നയനമോളെക്കാളും നല്ലൊരു പെൺകുട്ടിയെ ഈ ജന്മത്ത് കിട്ടാൻ പോകുന്നില്ലെന്നും ഏട്ടത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും നീ പറയണ്ട അജയാന്ന് ജലജ. നയനയും നവ്യയും ഒരു നുഖത്തിൽ കെട്ടാവുന്നവർ തന്നെയാണെന്നും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളല്ലേ, അവർ രണ്ടുപേരും 2 രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും 2 പേരുടെയും ഉള്ളിലിരിപ്പ് ഒന്ന് തന്നെയാണെന്ന് ജലജ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നതൊക്കെ ഏട്ടത്തിയുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് ജയൻ ഇങ്ങനെ ജലജയോട് പറഞ്ഞപ്പോൾ
അവൾ ഏത് നേരവും വീട്ടിലേക്ക് പോകുന്ന പോക്ക് കണ്ടില്ലേ എന്ന് ചോദിച്ചു ജലജ. അത് തന്നെ പോരെ ഇതിനൊക്കെ യഥാർത്ഥ ഇതായിട്ട് പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടതിയുടെ മരുമകൾക്ക് വീടും വീട്ടുകാരും അച്ഛനും അമ്മയൊന്നും വേണ്ടെന്ന് കരുതി നയനമോൾ അങ്ങനെയാണെന്ന് കരുതരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. ജലജ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ജയനോട് പറയുകയാണ്, അത് പിന്നെ ആദർശിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് ആകെ പേടിയാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാദിയുടെ ആവശ്യമില്ല ഏട്ടത്തി, അവൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളല്ലാതെ നഷ്ടമൊന്നും സംഭവിക്കില്ല എന്ന് അനിയൻ വീണ്ടും തറപ്പിച്ച് പറയുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊന്നും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഏട്ടത്തി ഇപ്പം പറയുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അജയ, അവൻ അവളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവൻ അവൻ്റെ ഭാര്യയെയും വീട്ടുകാരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് വേണം കരുതാൻ എന്ന് അമ്മ പറയണം. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും പറഞ്ഞ് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി. പോയ പോക്കിൽ തിരിച്ചു വന്നിട്ട് പിന്നെ ഏതായാലും അനിയെ നീ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ജാനകിയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവന് കല്യാണപ്രായമൊന്നും ആയില്ലെങ്കിലും അവൻ വഴിതെറ്റി പോകുമെന്നും വേണ്ട എന്നും പറഞ്ഞ് ചേച്ചി അങ്ങ് കയറിപ്പോയപ്പോൾ അനിയൻ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജലജ ഇങ്ങനെ അവിടെ ഇരുന്ന് മൊബൈലിൽ എന്തോ എടുത്തിട്ട് ഇത്തവണ നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടില്ലെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ ആ മൊബൈലിൽ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നേ. കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്ന നാൾ മുതൽ നിന്റെ അമ്മ ജാനകിക്കും മറ്റുള്ളവർക്കും ഒപ്പം ചേർന്ന് എന്നെയും എൻ്റെ മക്കളെയും കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നീയായിട്ട് പോലുമുള്ള അടുപ്പം അവനാണ് എനിക്ക്. അവിടെയും എൻ്റെ മോനെയും നീ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളയാൻ എൻ്റെ ഏട്ടത്തി പറഞ്ഞു. അതുകൊണ്ട് മോനെയും മരുമോളെയും കൊണ്ട് ഇനി അവൾ ദുഃഖിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ജലജ ചിന്തിക്കുക. അങ്ങനെ ജലജ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സകല കള്ളത്തരങ്ങളും മനസ്സിൽ ഒതുക്കി പിടിച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.